ലൈവിൽ ഇപ്പോൾ ഭയങ്കരമായൊരു സംഘർഷം നടന്നിട്ടിരിക്കുകയാണ്. ക്വാളിറ്റി ചെക്കിംഗ് സമയത്ത് അനീഷ് എല്ലാ ബോട്ടിലുകളും വാരി എറിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, നിങ്ങൾക്ക് ഫേവറിസം കാണിക്കാനുള്ള ഒരു ഇതല്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം ബോട്ടിലുകളും എടുത്തെറിയുകയും ചെയ്തു. ചവിട്ടി പൊട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടാസ്കിൽ എല്ലാവരും അവരവരുടെ കമ്പനിയുടെ ജ്യൂസുകൾ കൊണ്ടുവന്ന് ക്വാളിറ്റി ചെക്കിങ്ങിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തന്നെ അനിമോളും സാബുവും കൂടി ഒരു സംസാര വിഷയം ഉണ്ടായി. അനിമോൾ പറയുന്നതിനോട് സാബുമാൻ ചേരുന്നില്ല. അവസാനം രണ്ടുപേരോടുള്ള വഴക്കിനൊടുവിൽ അവർ തീരുമാനിച്ച് തുടക്കം മുതൽ നോക്കാമെന്നുള്ളത്. ആദ്യം ഓറഞ്ച് ജ്യൂസിൻ്റെ ചെക്കിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാംഗോയുടെ, പിന്നെ ലെമണിൻ്റെ, അങ്ങനെ വന്നപ്പോൾ ഏറ്റവും കൂടുതലും ലെമൺ ജ്യൂസായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ക്ഷമയോടെ അനീഷ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അനീഷിനെ ചൊറിയുന്ന കണക്കുള്ള വർത്തമാനം ഷാനവാസും ആര്യൻ്റെയും ഭാഗത്തുനിന്നുണ്ടായി. അതെല്ലാം കേട്ടുകൊണ്ട് ക്ഷമയോടെ തന്നെ ഇരുന്നു. എന്നിട്ടും അനീഷ് ഇത്രമാത്രം പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് സ്വന്തം കമ്പനിയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനിമോളും സാബുമാനും അത് ചെക്ക് ചെയ്ത് വന്ന സമയത്ത് ബോട്ടിലിൻ്റെ സ്ക്രാച്ച് അനിമോള് സമ്മതിക്കത്തില്ല. അതുപോലെ അതിൽ മുടി കിടന്നെന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നെ ലീക്കേജിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബോട്ടിലുകൾ കറക്റ്റല്ല, ജ്യൂസുകൾ കറക്റ്റല്ല എന്ന് അനിമോളും സാബുമാനും പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, 2 എണ്ണം മാത്രമെന്ന് അനിമോൾ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ സാബുമാൻ പറയുന്നു, മിണ്ടാതിരിക്കുന്നു അനീഷിനോട്. ഇതെന്താ സാർ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയുകയാണ്, മിണ്ടാതിരിക്കും. അപ്പം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളെന്തോ മൈക്രോസ്കോപ്പ് വെച്ചാണോ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അനീഷ് പ്രകോപിതനായിട്ട് ഭയങ്കര ബഹളം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അനീഷ് ഭയങ്കരമായ ദേഷ്യത്തിൽ, ഇത്രയും പ്രകോപിതനായ അനീഷിനെ ഇനി മുമ്പ് കണ്ടിട്ടില്ല ലൈവിൽ. ഭയങ്കര ബഹളമായിരുന്നു. അനീഷിൻ്റെ ക്ഷമ നശിച്ചിട്ടാണ് അനീഷ് അങ്ങനെ ചെയ്തതെന്ന് വേണം പറയാൻ. എന്തായാലും അനീഷ് ഇരുന്ന ബോട്ടിലുകൾ മൊത്തം വിതറി വാരി എറിഞ്ഞിട്ട് അവിടുന്ന് നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിമോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ ഉള്ള ബോട്ടിലുകളാണ്, ഈ ബോട്ടിലുകളാണ് വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്, നിങ്ങൾ ആവശ്യമില്ലാത്ത പണി ഇങ്ങനെ കാണിക്കരുത്, ഇത് നിങ്ങൾക്ക് വീണ്ടും ദോഷം ഉണ്ടാക്കുമെന്ന് അനിമോൾ പറയുന്നുണ്ട്. പക്ഷേ അക്ബറും അതുപോലെ നൂറയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ അക്ബർ വന്നിട്ട് നമ്മുടെ അനീഷിനെ കൈ കൊടുക്കുകയാണ്. വളരെ നല്ല കാര്യം, നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും നല്ല കാര്യം, ഇങ്ങനെ വേണം, ഇത് ഇങ്ങനെ തന്നെ വേണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാനുള്ള ബോട്ടിലാണ്, അയാൾ ഇനി ഇത് കൊണ്ടുവന്നാൽ ഞങ്ങൾ അയാളുടേത് എടുക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചവിട്ടി പൊട്ടിക്കുന്നത് കൊണ്ട് അനിമോൾ പറയുകയാണ്, ഇനി ഒരു കാരണവശാലും അയാൾ കൊണ്ടുവരുന്ന ബോട്ടിൽ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. നൂറ ഭയങ്കര ബഹളം വെച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്താൽ ഈ ബോട്ടിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും, നിങ്ങളത് ചെയ്യല്ലേ എന്ന് നൂറ പറയുന്നുണ്ട്. ഇത് എത്രാമത്തെ റൗണ്ടാണ്? 3ാമത്തെ റൗണ്ടാണ് ഈ കഴിഞ്ഞത്. കണ്ണിച്ചോര വേണ്ടേ ക്വാളിറ്റി ചെക്കർമാർ, എന്ത് കാണിന്ന് ഞങ്ങളെ വട്ടടിപ്പിക്കുന്നത്, ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത്, നിങ്ങൾ എന്തുവാ ക്വാളിറ്റി ചെക്കർമാർ എന്ത് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനീഷ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ് ലൈവിൽ. റിസൾട്ട് കഴിഞ്ഞു എന്ന് അനിമോൾ പറയുന്നുണ്ട്. അപ്പം ജിഷിനും നമ്മുടെ നെവിനും കൂടെ ജയിലിൽ കിടന്നിട്ട് വിളിച്ചു പോകുന്നുണ്ട്, ഈ ക്വാളിറ്റി ചെക്കർമാർ ഇങ്ങനെ ചെയ്ത് എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനിമോൾ പറയുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നവർ ജയിലിൽ മാത്രം കിടന്നാൽ മതി, ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടണ്ട. ആര്യൻ 2 ബോട്ടിൽ ജ്യൂസ് എടുത്തുകൊണ്ട് എന്ന് ജയിലിൽ കൊടുക്കുന്നുണ്ട് ജിഷിനും നെവിനുമായിട്ട്. ഈ വഴക്കിനിടയിൽ ആദിൽ അവിടെ നിന്നൊരു തെറി വിളിച്ച് പറയുന്നുണ്ട്. 2-3 പ്രാവശ്യം അതേ തെറി തന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ നൂറ കിടന്ന് ഭയങ്കര ബഹളമാണ്, ഇത് ചവിട്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ ആരായിട്ടാണ് ഇത് ചവിട്ടി പൊട്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് നൂറ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ ക്വാളിറ്റി ചെക്കിങ് മൊത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാഡവും സാറും കൂടി പോവുകയാണ്. ഇനി ഇതിനകത്തൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് അവർ പോയിട്ടുണ്ട്.